ഇപ്പം നമ്മുടെ ബിനിശാമുവേൽ പറഞ്ഞ പോലെ 24 മണിക്കൂറും കോണ്ടാക്ട് അതുകൊണ്ട് 24 മണിക്കൂർ പക്ഷെ ഉള്ള കോണ്ടാക്റ്റും ഉണ്ട്. പരിചയം മാത്രമാണ് എനിക്ക് ബിൻസിനുള്ളത്. നിങ്ങളുടെ അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള പരിചയങ്ങളൊന്നുമില്ല. എങ്കിലും ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ സ്കിറ്റിന്റെ ആവശ്യങ്ങൾക്ക് ഫ്രണ്ട്സിനെ കൂടെ സെൻറ്റർ മീറ്റിങ്ങിന് കൂടിയാണ് ഞാൻ സഹായിച്ചു. ബിൻസിൻ്റെ കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. സ്കിറ്റിൻ്റെ സമയത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ വൈകിട്ട്
യാത്രയോടനുബന്ധിച്ച് എല്ലാവർക്കും ഒന്നിച്ച് കൊണ്ടുപോകാൻ കാരണം വിദ്യാഭ്യാസമായിരിക്കുന്നു. പ്രത്യേകിച്ച് വിൻസെൻ്റ് കർണാടക വിൻസിനെ പറ്റി പറയുമ്പോൾ എനിക്ക് കുറച്ചാളത് പരിചയമുള്ളൂ. ഏകദേശം 20 എത്ര വർഷം? ഏകദേശം ഒരു 8-9 വർഷം. ഞാൻ 2009. ആണോ? ശിവൻ ചർച്ച വന്ന് കാണണ്ടേ? ഞാൻ ഇവിടെ നമ്മുടെ വോയിസ് ഓഫ് ഖത്തർ എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം വിൻസിനെ കാണാൻ നിങ്ങൾ 1 മിനിറ്റ് പറഞ്ഞ പോരെ ഇത്ര നാൾ എങ്ങനെ സഹിച്ചു ഞങ്ങൾക്ക് പറഞ്ഞോളാം. പ്രത്യേകിച്ച് ആ റൂമിലെ കഥ പറഞ്ഞിട്ട് പോകണം കേട്ടോ. ഏതാ എങ്ങനെ ഈ പുള്ളി സഹിച്ചു നീതാന്ന്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഞാനും ബിൻസിനും ഒരു റൂമിലായിട്ടില്ല. യു മിസ്ഡ് എ ലോട്ട് മാൻ. ആയിട്ടില്ല. അന്ന് ഞാൻ ബിൻസനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. മറ്റേ കമ്പനി ഞാൻ കമ്പനി ആവശ്യത്തിന് വേണ്ടി ഫോൺ ചെയ്യുമ്പോൾ ഈ യാത്രയ്ക്ക് വേണ്ടിയിൽ ഭാഗമാകാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഞാനിവിടെ വന്നിട്ട് 2 വർഷമായി. കണ്ട ആരംഭ മുതൽ ഇതുവരെ ആ സ്നേഹത്തിൽ വർധന ഉണ്ടാവാൻ ദൈവം സഹായിച്ചതിന് സ്തോത്രം ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് അങ്ങോട്ട് വന്നപ്പോൾ 5-6 വർഷത്തെ പരിചയം കാണത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഡീലിങ് ഫുള്ളും മീഡിയ ആയിട്ടായിരുന്നു. സ്ക്രിപ്റ്റ് അയച്ചു തരുന്നു. അതിന് 1% പോലെ നമ്മളത് കാണാതെ പറയുമ്പോൾ പഠിക്കുകയും ചെയ്യാതെ സ്റ്റേജിൽ പോയിട്ട് ലൈവായിട്ട് അടിക്കുക. അതിനാണ് ഈ പുള്ളി സൗമ്യത എന്നുള്ളത് എപ്പം വേണമെങ്കിലും എല്ലാവരും കാണുമ്പോൾ അത് ചിരിയും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ കൂടാൻ പറ്റുന്ന ഓരോ നിമിഷങ്ങളും ഒരു മെമ്മറിയാണ്. ഇപ്പോൾ നമ്മുടെ സ്കിറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്കിറ്റിന്റെ ദിവസത്തെക്കാളും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ളത് പ്രാക്ടീസ് സമയങ്ങളാണ്. കാരണം വിൻസെൻ്റ് ബ്രദറിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര കടികട്ടി വാക്കുകളൊക്കെയാണ്. എനിക്കൊന്ന് ഞാനും ഡിഫിനും വിൻസനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു 2009 വിൻസനോട് വരുന്നത്. 2007 ഞാനിവിടെ വരുന്നു. 2007 ഞാൻ വരുന്നത്. 2009 മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം നിങ്ങളെല്ലാവരുമായിട്ട് ഒരുമിച്ച് കൂടാൻ ദൈവമായി കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ഓർമ്മ. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ആശാനോടെ വരും, കളി കാണും, കളിക്കാനൊന്നും വരത്തില്ല. അന്ന് എങ്ങനെയാണ് എല്ലാ കാര്യത്തിലും എന്ത് കാര്യം ഏൽപ്പിച്ചാലും ബോധത്തോടെ അത് ചെയ്യുവാൻ വിൻസെൻ്റായിട്ട് നമ്മളെ സഹായിച്ചു. അനുഗ്രഹപ്പെട്ട പല ടാലന്റുകളും പ്രിയദാസൻ ദൈവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വിൻസന്റെ സന്തോഷത്തോട് ബന്ധപ്പെട്ടാണ് നമ്മളോട് കൂടുതൽ നിൽക്കുന്നത്. വിൻസൻ നമ്മളെ വിട്ട് നാട്ടിൽ പോകുന്നത് നമുക്ക് എല്ലാവർക്കും വിഷമമുള്ളൊരു കാര്യമാണ്. വിൻസിനെ പറ്റി പറഞ്ഞാൽ ഞാൻ 2009 മുതൽ എനിക്ക് വിൻസിനെ പരിചയമുണ്ട്. ഞാനൊക്കെ വിൻസന് നമ്മളെല്ലാവരും ഇവിടെ ആദ്യം ഖത്തറിൽ വരുന്ന സമയത്ത് ആദ്യം ഒരു പുതുമയാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ നിൽക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ജോലിയാവുന്നത് നമുക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ വന്ന സമയങ്ങളിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ഓർത്തെടുക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കും. എനിക്ക് ആകെയുള്ള നല്ല മെമ്മറി എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളവിടെ വന്ന സമയത്ത് ഇവിടെ കോണഷിൽ പോകുന്നത്, കാറായി കയറി പോകുന്നത് എൻ്റെ നല്ല സുഹൃത്ത് തന്നെയാണ്. ഞാൻ പലപ്പോഴും ഫ്രീ ആയി കിട്ടുന്ന സമയത്തൊക്കെ വിളിച്ച് മെസ്സേജ് ഒക്കെ ഇടാറുണ്ട്. അതിന് പ്രോപ്പറായിട്ട് റിപ്ലൈ തരും. പിന്നെ സ്കിറ്റിൻ്റെ ബന്ധത്തിൽ പറയുമ്പോൾ വിൻസൻ്റെ ആ ഒരു എഡ്യൂക്കേഷനെ ഞാൻ ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വളരെ നല്ല കലാവാസനയും അതിലൂടെ എഴുതാനുള്ള കഴിവും നല്ല സാഹിത്യവാസനയൊക്കെ ഉള്ളൊരു വ്യക്തിത്വമാണ്. നമ്മൾ സ്കിറ്റിൽ ഞാനിപ്പോൾ PFPയുടെ പല പ്രാവശ്യം പല കമ്മിറ്റിയിലേക്ക് ഇരുന്ന സമയങ്ങളിൽ അപ്പം ആ സമയത്ത് സ്കിറ്റിലെ കാര്യങ്ങളെ പറ്റി നമ്മൾ വിളിക്കുമ്പോൾ യാതൊരു മടിയും കൂടാതെ ആ കാര്യങ്ങളെല്ലാം ഓക്കെ പറയാം. ആദ്യമൊക്കെ ഇച്ചിരി ഒന്ന് മടിക്കും. വളരെ സ്വാന്തശീലനും സൗമ്യനും സൽസ്വഭാവിയും നിർഗുണസമ്പന്നനും വളരെ കഴിവുള്ളൊരു വ്യക്തിത്വമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ വിൻസനെ ഞാൻ മിസ് ചെയ്യും. പ്രത്യേകിച്ച് ദൈവം ആയിരിക്കുന്നിടത്ത് വിൻസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിൻസന്റെ ഭാവി അനുഗ്രഹപ്രദമായി തീരുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. നല്ല ഒരു ഉദ്ദേശത്തോടെയാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ ഉദ്ദേശമെല്ലാം വളരെ ഭംഗിയായിരിക്കട്ടെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വിൻസനോട് വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളൊക്കെ സന്തോഷപ്പെട്ടവന്നതിൽ വളരെ സന്തോഷം. നിങ്ങളോട് എല്ലാവരോടും സന്തോഷം. വന്നതിൽ എല്ലാവരോടും നന്ദി.
താങ്ക് യു. തുടർന്ന് നമ്മൾ ഒരു മൊമെന്റോ കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുശേഷം മൊമെന്റോ കൈമാറിയതിനു ശേഷം അത് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. അൺബോക്സ് ചെയ്തതിനു ശേഷം സ്റ്റാൻഡ് ഉണ്ട്. നിങ്ങൾ ചെയ്തു, അതെനിക്ക് വളരെയധികം സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ആരുടെ തലയിൽ അറിയത്തില്ല. എല്ലാവരും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. അത് നിങ്ങൾക്കെല്ലാം നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളെ പ്രാർത്ഥിക്കുക. എവിടെ ആയിരുന്നാലും ദേവതാഭാവത്തോട് കൂടുതൽ പ്രയോജനപ്പെടുവാൻ അത് മുഖാന്തരമായി തീരട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥം പ്രാർത്ഥിക്കുക. നിങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥന അന്യോന്യം ഓർക്കാം. കൂടാതെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ആ ഒരു പ്രസൻസും മെസ്സേജുകളുടെയും ഫോണുകളുടെ ഉണ്ടാകട്ടെ. നമുക്ക് സമയം കിട്ടുമ്പോൾ എവിടെ ആയാലും നാട്ടിൽ വെച്ചാലും അവിടെ നിന്ന് കാണാൻ അവസരം കിട്ടുവാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടുള്ള പ്രത്യേക നന്ദി. ഇങ്ങനൊരു സംഭവം നിങ്ങൾ സെറ്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ സസ്പെൻസ് ആയിട്ട് നിങ്ങളത് ചെയ്തു. അത് നിങ്ങൾക്ക് എനിക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഓരോരോ സാഹചര്യങ്ങളാണല്ലോ. എല്ലാം നല്ലതിനാണെന്ന് നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുക, പ്രാർത്ഥന ഓർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. പറയട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. ഭക്ഷണത്തിന് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാൻ ജോൺസൺ. കിഡ്സിനെ കുറിച്ച് വളരെ നല്ല എല്ലാവരും പറഞ്ഞ നല്ല വാക്കുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെ പോയാലും നമ്മൾ നല്ലത് വരാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എവിടെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. സഭയ്ക്ക് അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ യുവാക്കൾക്ക് അനുഗ്രഹമായിരുന്നു. കർത്താവെ, നിന്റെ മകന്റെ കഴിവുകൾ കർത്താവെ അവിടുത്തെ മോശപ്പെടുത്തുവാൻ ഞങ്ങളിലൂടെ കർത്താവെ അവിടുന്ന് ഇടയാക്കിയനായ സ്തോത്രം. തുടർന്നും കർത്താവെ നിന്റെ മകനെ അനുഗ്രഹിക്കണമേ. പോകുന്ന വഴികളിൽ കർത്താവെ കാത്തുസൂക്ഷിക്കണമേ. എവിടെയായിരുന്നാലും അവിടുത്തേക്ക് വേണ്ടി കൂടുതലായി പ്രയോജനപ്പെടുവാൻ ദൈവമേ ഇടയാക്കണമേ. പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ ഞങ്ങൾ വീണ്ടും കാണുവരെയും കർത്താവിൽ മറിക്കണം. കർത്താവെ അവിടുത്തെ കരുതലിൽ കർത്താവെ കാത്തോളമേ പ്രാർത്ഥിക്കുന്നു. ഓരോ ചൂടിലും മുന്നോട്ടുള്ള ഓരോ ചൂടിലും കർത്താവെ അവിടുത്തെ കിടമെന്ന് പറഞ്ഞ് കർത്താവിനോട് പോകാൻ കർത്താവിന് ഇടയാക്കണമേ പ്രാർത്ഥിക്കണം. കുടിക്കുന്നിരിക്കുന്ന എല്ലാ കർത്താവെ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ വീണ്ടും ഭക്ഷണത്തിനായി കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഭക്ഷിച്ച് ബലം പ്രാപിച്ച്